ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിലാണല്ലേ. അപ്പോൾ നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ ഉത്സവം കൂടാൻ വന്നതാ. അപ്പോൾ നമുക്ക് ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോകാം. അപ്പം അമ്മയും അനിയത്തിയും എന്താ ചെയ്യണേന്ന് നോക്കാം. ഹായ്. ഇതേ അപ്പം അമ്മയും അനിയത്തിയും ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതേ അച്ഛൻ ഏത് അമ്പലത്തിലാ പോയേ? ഞാൻ പൊന്നുരുന്നിലാ പോയേ. അതെ, ഞാൻ ഓർത്തു. അപ്പം ഇന്ന് രാവിലെ ചപ്പാത്തിയും പിന്നെന്താമ്മ പരിപ്പാണ്. ചപ്പാത്തിയും പരിപ്പാണ്. അപ്പം അനിയത്തിയാണ് ഉണ്ടാക്കണേ. അനിയത്തിൻ്റെ വീഡിയോയിൽ കാണിക്കണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല ചപ്പാത്തി. എന്നാലും ഞാൻ അവളെ കാണിക്കും. അപ്പതേ ഞാൻ വീഡിയോ എടുക്കണം കണ്ടുകൊണ്ടിരുന്നതുകൊണ്ട് അമ്മ പറഞ്ഞു എന്നാൽ അതെ റൗണ്ടിൽ ഉണ്ടാക്കി കാണിച്ചു തരാം, അത് വേണമെങ്കിൽ എടുത്തോന്നും പറഞ്ഞിട്ട് റൗണ്ട് ശരിയാവുമോ എന്നൊക്കെ അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്ന എടുത്താണ്. അപ്പോൾ അങ്ങനെ ഞാൻ ആ വീഡിയോ എടുത്തു. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് എപ്പോഴാണെന്നൊന്നും അറിയില്ല, എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു നേരമാകും. അപ്പോൾ ഇന്ന് താലമുണ്ട് വൈകുന്നേരം. ഞാൻ താലം ഉത്സവം കൂടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് താലത്തിൻ്റെ വീഡിയോസൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എന്നാൽ ഞാൻ പോയി പല്ല് തേച്ച് കുളിച്ച് ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ. ഹായ്. അപ്പോൾ ഞാൻ കുളിച്ച് റെഡിയായിക്ക് വന്നു. ഫുഡ് ചപ്പാത്തിയും പരിപ്പൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ വന്നൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇനി നമുക്ക് മൈലാഞ്ചി ഇടാം. അപ്പോൾ ഇന്നലെ അമ്പലത്തിൽ നിന്ന് മൈലാഞ്ചി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മൈലാഞ്ചി ഇടാം. മൈലാഞ്ചി ഇട്ട് തരുന്നത് അനിയത്തിയാണ്. അപ്പോൾ നമുക്ക് മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ മൈലാഞ്ചി ഇടൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും കാണിച്ചു തരാം. ഈ ഡിസൈനാണ് ഇടാമെന്ന് വെച്ചിരിക്കുന്നത്. ഒരുപാട് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഏകദേശമൊക്കെ അതുപോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് അതിൻ്റെ സൈഡിൽ കൂടി പക്കവടയും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പക്കവടയും മൈലാഞ്ചി ഡിസപ്പതേ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഏകദേശം അതുപോലെയൊക്കെ ആയിട്ടുണ്ട്. വേറെ സ്ഥലത്തൊക്കെ വേറെ ഡിസൈൻസ് അവൾ റെഡിയാക്കി. അപ്പോൾ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പുറത്ത് ഇട്ടിട്ടൊന്നുമില്ല, ഇപ്പുറത്ത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി ഉണങ്ങിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അച്ഛൻ എന്താ ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ അതേ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ സ്പെഷ്യലാണ് കോവ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഞാൻ എടുത്തില്ല. അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ ഉച്ചയ്ക്കത്തെ എടുക്കാമല്ലോ എന്ന് ഓർത്തു. അപ്പോൾ അതേ ചോറും കോവയ്ക്ക പപ്പടം കോവയ്ക്ക ഇത്രയും അധികം കണ്ടിട്ട് ആരും പേടിക്കണ്ട. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോവയ്ക്ക, അതുകൊണ്ടിട്ടാണ് ഞാൻ കോവയ്ക്ക ഇത്രയും എടുത്തത്. പിന്നെ വെള്ളം. ഹലോ. അപ്പോൾ ഈ മൈലാഞ്ചിയൊക്കെ പോയി. മൈലാഞ്ചിയൊക്കെ ഞാൻ കളഞ്ഞു. കളറൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അധികം നേരം വെച്ചൊന്നുമില്ല. പിന്നെ നമ്മൾ താലം എടുക്കാനായിട്ട് റെഡിയാവാൻ പോവാം. അപ്പോൾ അതേ ഞങ്ങൾ രണ്ടുപേരും റെഡിയാവാനായിട്ട് നിൽക്കുക. അപ്പോൾ ഞാൻ ഫേസ് വാഷൊക്കെ ഇട്ട് കഴുകി സൂപ്പറായിട്ട് വന്നേക്കുക. ചായയൊക്കെ കുടിച്ചു, പപ്സ് കഴിച്ചു. അപ്പോൾ നമുക്കിനി റെഡിയാവാം. ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ചാണ് റെഡിയാവാൻ പോണേ. അപ്പോൾ ടാറ്റാ. അപ്പം ഇനി റെഡി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇനി വരുന്നത്. ഓക്കെ, ടാറ്റാ ഗായ്സ്. അപ്പോൾ ഞാൻ എടുക്കുന്നത് അഷ്ടമംഗല്യ താലമാണ്. അപ്പോൾ ഫസ്റ്റ് ഇരുന്നതാണ് എൻ്റെ. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് താലം കൂടി വന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും 4 യൂണിറ്റ് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ അഷ്ടമംഗല്യത്താലം എടുത്തവരെല്ലാവരും നിരന്ന് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ 8 താലം ഉണ്ടായിരുന്നു അഷ്ടമംഗല്യത്താലം. ഞാൻ വിചാരിച്ചതിനേലും നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അതാണ് എൻ്റെ മുഖം അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ കുറേ കൃഷ്ണനും രാധയൊക്കെ ഉണ്ടായിരുന്നു. താലമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോൾ ഞങ്ങൾ 3 പേരും ഡ്രസ്സ് ഇട്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഭയങ്കര ക്ഷീണമായി താലം കുടിച്ച്. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.